നാം ഒരു ഉപകരണം വാങ്ങുന്ന സമയത്ത് ആ ഉപകരണത്തിൻ്റെ വർക്കിംഗ് മാനുവൽ നമ്മുടെ കയ്യിൽ കിട്ടും. ആ വർക്കിംഗ് മാനുവൽ അനുസരിച്ചാണ് ആ പ്രൊഡക്റ്റിനെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അത് തെറ്റിയാൽ വാഹനമോ മറ്റേത് വസ്തുക്കളോ ആണെങ്കിലും അത് കേടുപാടാകും. അതുകൊണ്ട് ജനനം മുതൽ മരണം വരെ ശേഷവും ജീവിതം നയിക്കേണ്ട മനുഷ്യരായ നമ്മുടെ മുമ്പിൽ നമുക്ക് കിട്ടുന്ന നമ്മളുടെ വർക്കിംഗ് മാനുവൽ, പ്രൊഡക്റ്റ് മാനുവൽ എന്നത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിനെ സംബന്ധിച്ച് കൃത്യമായി അറിയാതിരിക്കുക, മനസ്സിലാക്കാതിരിക്കുക എന്നത് നാമാകുന്ന ഒരു യന്ത്രത്തെ നാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ എവിടെ തെറ്റുകൾ സംഭവിച്ചാലും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആ തെറ്റുകൾ ബാധകമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു വർക്കിംഗ് മാനുവൽ എന്ന നിലയ്ക്ക് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന്, വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിയുക എന്നാണ്. വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ് അവതരിപ്പിച്ചത്. ലോകത്തൊരു ഗ്രന്ഥവും അത് എഴുതിയത് ഇന്ന ഭാഷയിലാണ് എന്ന ആമുഖത്തിൽ പറയില്ല, മറ്റെവിടെയും പറയില്ല. നമ്മൾ വായിക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകം മലയാളത്തിലുണ്ടെങ്കിൽ അത് ഇടക്ക് വെച്ചിട്ട് ഇത് മലയാളത്തിൽ എഴുതിയ പുസ്തകമാകുന്നു എന്ന് പറയാറില്ല. അത് കാണുമ്പോൾ മനസ്സിലാകും ഇത് മലയാളത്തിലാണ്, ഇംഗ്ലീഷിലാണ് എന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ 10-ലധികം സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്, ഖുർആൻ അറബി ഭാഷയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നത്. വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളിലും ആ കാര്യം നമുക്ക് കാണാൻ കഴിയും. ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ, തീർച്ചയായും ഈ ഖുർആനിനെ അറബി ഭാഷയിലാണ് നാം അവതരിപ്പിച്ചിട്ടുള്ളത്. ഖുർആനൻ അറബിയൻ, ഖുർആനൻ അറബിയൻ, ഈ പദങ്ങൾ ധാരാളമായി ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അറബി ഭാഷയിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്? അന്ന് ലോകത്ത് ഹിബ്രു ഉണ്ട്, സെമിറ്റിക് മതങ്ങളുണ്ട്, അരാമിക് ഭാഷകളുണ്ട്, അതേപോലെ തന്നെ പ്രാദേശികമായ ഭാഷകളും അന്ന് നിലവിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് ഖുർആൻ ആദ്യമായി അവതരിക്കുന്നത് എന്നതുകൊണ്ട് അറബിയിലാകണം, കാരണം പ്രവാചകൻ അറബിയാണ്. പക്ഷെ ഖുർആൻ ഹുദൽ ലിന്നാസ് ആയതുകൊണ്ട് ലോകാന്ത്യം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും അത് ബോധ്യപ്പെടുകയും ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ടാണ് അറബി ഭാഷയിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ അന്വേഷണം. അതിൽ ഒന്നാമത്തേത്, വിശുദ്ധ ഖുർആൻ അതിൻ്റെ സാഹിത്യത്തിൻ്റെ സമ്പൂർണമായ ഒരു ഗ്രന്ഥമാണ്. അതാ അറബി ഭാഷ അതിൻ്റെ ഏറ്റവും പരമമായ തലത്തിൽ, ഏറ്റവും ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. ഞാനൊരു വൈജ്ഞാനികമായ ഭാഗമാകരുത് എന്നതുകൊണ്ടാണ് അതിൻ്റെ മറ്റു വിഷയങ്ങൾ പറയാത്തത്. ഖഹ്താനി തുടങ്ങിയ 2-3-4 ഘട്ടങ്ങൾ അറബി ഭാഷയുടെ വ്യാപനവുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. സാഹിത്യം എന്ന നിലയ്ക്ക്, ഭാഷ എന്ന നിലയ്ക്ക് പിന്നീട് പല ഭാഷകളും മാറി മാറി വന്നിട്ടുണ്ട്. മലയാളം ചെന്തമിഴ് വന്നിട്ടുണ്ട്. ചെന്തമിഴ് കഴിഞ്ഞതിന് ശേഷമാണ് മലയാളം വരുന്നത്, ശ്രേഷ്ഠ മലയാളം വരുന്നത്. ഇങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങൾ മലയാളത്തിനുണ്ട്. ഇംഗ്ലീഷ് ഭാഷക്കും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഇംഗ്ലീഷുണ്ട്, അമേരിക്കൻ ഇംഗ്ലീഷുണ്ട്, ഇന്ത്യൻ ഇംഗ്ലീഷ് പോലും ഉണ്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ എന്നാൽ അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് പൂർണ്ണത പ്രാപിച്ച് കിടക്കുന്ന ഒരു ഭാഷയാണ്. അതിലേക്ക് പുതിയ പദങ്ങൾ ചേരുന്നില്ല എന്നോ ആധുനിക വ്യാഖ്യാനങ്ങൾ വരുന്നില്ല എന്നോ അല്ല, സാഹിത്യം എന്ന നിലയ്ക്കുള്ള സമ്പൂർണത ആ ഭാഷ അന്ന് ലെവലിലുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് നിലവിലുള്ള സമ്പൂർണമായ ഒരു ഭാഷ എന്ന നിലയ്ക്ക് അറബിയിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. 2,
വ്യക്തമാണ് അറബി ഭാഷ. വ്യക്തമാണ് അറബി ഭാഷ എന്ന് പറയുമ്പോൾ ബില്യൺ, ട്രില്യൺ എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ ഇംഗ്ലീഷിലുണ്ട്. ഈ രണ്ട് പദത്തിൻ്റെയും കൺസെപ്റ്റ് വ്യത്യസ്തമാണ്. ഓരോ രാജ്യത്തും ഓരോ സ്ഥലത്തിൽ ഇതിൻ്റെ കൺസെപ്റ്റുകൾക്ക് വ്യത്യാസമുണ്ട്. എന്നാൽ അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ലറബ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഏതൊരു മനുഷ്യനും അതിന് ലറബ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയും. വ്യക്തതയുണ്ട് അതിന്. മറ്റു ഭാഷകൾക്ക് അതില്ല. ഉണ്ട് എന്ന് പറഞ്ഞാൽ അറബി ഭാഷക്കാണതുള്ളത് എന്ന് വേണമെങ്കിൽ തെളിയിക്കാൻ ഇഷ്ടംപോലെ തെളിവുകൾ ലഭ്യമാണ്. ഭാഷാ സാഹിത്യ ലിംഗ്വിസ്റ്റിക് രംഗത്ത് തന്നെ ലഭ്യമാണ്. അപ്പൊ വ്യക്തതയുണ്ട് അറബിക്ക് എന്നത്. മൂന്നാമത്തേതിൻ്റെ പ്രത്യേകത, അത് ഏകീകരണമുണ്ട്. നിങ്ങൾ ആകാശത്തിൽ നിന്ന് സെൻറ്റർ എന്ന് പറയുന്നൊരു പദം ഡിറ്റേഷൻ കേട്ടെഴുത്ത് കൊടുക്കുക. എൻ്റെ സ്പെല്ലിംഗ് എന്തായിരിക്കും? CERTRE. ബ്രിട്ടീഷ് വ്യത്യാസമുണ്ട്, ഇംഗ്ലീഷ് വ്യത്യാസമുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അതിന് ഏകീരൂപമില്ല. എന്നാൽ നിങ്ങൾ ഫഅല എന്ന് പറഞ്ഞാലോ, ലോകത്തുള്ള എല്ലാ ആളുകളും ഫഅല ഒരു പദേ പറയൂ, ഒരു പദേ എഴുതൂ. ഒരു വ്യത്യാസവും അതിലില്ല. പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസമുണ്ടെങ്കിലും ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഭാഷയുടെ അക്ഷരങ്ങൾ എന്ന നിലയ്ക്ക് ഒരു വ്യത്യാസവുമില്ല. ഇംഗ്ലീഷിൽ 26 അക്ഷരമുണ്ട്. എന്നാൽ അറബിയിലുള്ള അക്ഷരവും അതേപോലെ തന്നെ വ്യത്യാസമില്ലാത്തതാണ്. പക്ഷേ ഇംഗ്ലീഷിലെ ചില പദങ്ങളുടെ സ്പെല്ലിങ്ങുകൾ രാജ്യങ്ങൾക്ക് തമ്മിൽ, കൺസെപ്റ്റുകൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷ് അധ്യാപകർ ക്ഷമിക്കുക, ഇംഗ്ലീഷിൻ്റെ പരാതിയല്ല, അറബിയുടെ മേന്മയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അറബി ഭാഷയുടെ ഏകീഭാവമുണ്ട്. ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഒരേപോലെ തന്നെ ഗ്രഹിക്കാൻ കഴിയാവുന്ന തരത്തിൽ അതിൻ്റെ വിസ്തൃതിയും വികാസവും സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളമുള്ള മൂന്നാമത്തെ കാരണം. നാലാമത്തത്, ചെറിയ വാക്കുകൊണ്ട് വലിയ ആശയങ്ങളും വലിയ പദങ്ങളും രൂപീകരിക്കാൻ കഴിയും. അത് അറബിക്ക് മാത്രമുള്ളതാണ്. ഫ, ഫി, ഇതിനൊക്കെ ഓരോ ആശയങ്ങളുണ്ട്. മുത്തനബിയുടെ 24-25 കമാൻഡിങ് വെർബുകൾ ചേർത്തിട്ടുള്ള ഒരു കവിതയുണ്ട്. അതിങ്ങനെയാണ്: ഓരോ അക്ഷരങ്ങൾ ഓരോ കമാൻഡിങ് വെർബുകളാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, എനിക്കും കൃത്യമായിട്ട് മനസ്സിലായില്ല. ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി കാണാതെ പഠിച്ചതാണ്. ഓക്കെ, ഏതായിരുന്നാലും ശരി, ഇവിടെ ഓരോ പദങ്ങളും അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആശയങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. ആശയങ്ങൾ പ്രദാനം ചെയ്യുക മാത്രമല്ല, അതിൻ്റെ റൂട്ട് ഫോമിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയും. ഇപ്പൊ ദറസ എന്ന് പറയുന്ന പദം, ദറസ, ദാരിസ്, മദ്രസ, മുദരിസ്, തദ്രീസ്, തദറുസ്. ദറസ എന്ന് പറയുന്ന പദം പഠിക്കുന്നതോടുകൂടി അതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറിപ്പോകാൻ കഴിയും. സ്കൂള്, ലേണിങ്, ടീച്ചിങ്, ടീച്ചർ, ലേണർ, ഇങ്ങനെ ഓരോ പദങ്ങളാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. പഠിതാവ്, പാഠശാല, ഇങ്ങനെ വ്യത്യസ്ത പദങ്ങളിലേക്ക്, വാക്കുകളിലേക്ക് ആ ഭാഗം പോകേണ്ടതുണ്ട്. എന്നാൽ അറബിയിൽ അതിൻ്റെ റൂട്ട് ഫോം കിട്ടുന്നതോടു കൂടിയിട്ട് വിവിധ തലങ്ങളിലേക്ക് യാത്ര പോകാൻ പറ്റാവുന്ന അർത്ഥത്തിൽ, വിവിധ രൂപങ്ങളിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റാവുന്ന തരത്തിലാണ് അറബി ഭാഷയുള്ളത്. പിന്നീട് അതിൻ്റെ സരളതയാണ്. ഇൻഷാ അല്ലാഹ് അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ആറാമത്തേത് അതിൻ്റെ പദനിഷ്പത്തിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പദത്തിൽ, ആ പദത്തിനകത്ത് നിന്ന് തന്നെ വിവിധ ആശയങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. വാക്കുകൾക്ക് അതിൻ്റെ ഒരു ധ്വനി ഉണ്ടാകും. ആ ധ്വനി ആ വാക്കുകൾക്ക് അകത്ത് കയറുന്ന ഒരു സംസ്കാരത്തിൻ്റെയും കൂടി ഭാഗമാണ്. ഇപ്പോൾ പിതാവ് എന്നതിൻ്റെ പര്യായമാണ് താ കൊണ്ട് തുടങ്ങുന്നൊരു പദം. ഇപ്പൊ നമ്മൾ പറയണ്ട, താ കൊണ്ട് തുടങ്ങുന്നൊരു പദം. മാതാവ് എന്നതിനും താ കൊണ്ട് തുടങ്ങുന്നൊരു പദമുണ്ട്. പക്ഷേ എൻ്റെ താ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങി, അതിൻ്റെ ആശയം മാറും, അതേപോലെ തന്നെ സ്വഭാവം മാറും, സംസ്കാരം മാറും. എൻ്റെ പരീത്ത താ എന്ന് പറഞ്ഞ് ഉമ്മാൻ്റെ പേരിൽ താ കൂട്ടി പറഞ്ഞ പ്രശ്നം മാറും, സഭ വഷളാകും. ഇപ്പൊ ഇവിടെ ഈ അർത്ഥത്തിൽ എടുക്കുന്ന സമയത്ത് ഒരു പദത്തിനകത്തുള്ള ആശയത്തെ വളരെ കൃത്യമായി ഉൾച്ചേർന്ന് അതിൻ്റെ സംസ്കാരത്തെ പുറത്തെടുക്കാൻ കഴിയുക എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ മാത്രം ഒരു പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ചുരുക്കം, അറബി ഭാഷ അയജ്ഞ ലളിതമായ ഒരു ഭാഷയാണെന്ന് ഖുർആൻ പറയുന്നു. വലഖദ് യസ്സർനൽ ഖുർആന, നിശ്ചയമായും ഈ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ഖുർആനിനെ എളുപ്പമാക്കി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മറിക്കാൻ എളുപ്പമാണെന്നാണോ? കൊണ്ടടക്കാൻ എളുപ്പമാണെന്നാണോ? പറയാൻ എളുപ്പമാണെന്നാണോ? അല്ല.
ഖുർആൻ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റാണ്, ഹോളി ടെക്സ്റ്റാണ്, ഒരു ഗ്രന്ഥമാണ്, എഴുതപ്പെട്ട ഗ്രന്ഥമാണ്, രേഖകളുള്ള ഗ്രന്ഥമാണ്. അങ്ങനെയാണെങ്കിൽ ആ എഴുതിയത് രേഖ എന്ന് പറയുന്നത് ഭാഷയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? വലഖദ് യസ്സർനൽ ലുഗതൽ അറബിയ്യ, അറബി ഭാഷ എളുപ്പമാക്കിയിരിക്കുന്നു എന്നാണ് അതിന്റെ താല്പര്യം. കാരണം ഖുർആൻ നാം പഠിക്കുന്നത് അറബി ഭാഷയിലാണ്. അറബി ഭാഷ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. ആ അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ തന്നെയും അതിനെ സംബന്ധിച്ച് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷമവും പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന വളരെ ലളിതമായ ഒരു ഗ്രന്ഥമാണ്, ഭാഷാഗ്രന്ഥമാണ്. അറബി ഭാഷയിൽ അവതരിപ്പിച്ചു എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്നത്. അതിൻ്റെ ലാളിത്യം മനസ്സിലാകാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയാം. വിശുദ്ധ ഖുർആനിൽ ആകെയുള്ളത് 77,500 എണ്ണം. വരുന്ന സമയത്ത് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ഇനി അത് ഗൂഗിൾ ചെയ്തിട്ട് 34 കുറവുണ്ട്, 42 കൂടുതലുണ്ട് എന്നൊന്നും പറയണ്ട. ഏതായിരുന്നാലും 77,500 പദങ്ങളാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലുള്ളത്. ഈ പദങ്ങൾ എന്ന് പറയുന്നതോ ഇതിന്റെ റൂട്ട് ഫോമിൽ നിന്ന് 1850 റൂട്ട് ഫോമിൽ നിന്ന് വന്നതാണ് ഈ പദങ്ങളൊക്കെ. ഇസ്മ അതേപോലെയുള്ള പദങ്ങൾ മാറ്റി നിർത്താൽ, സ്ഥലത്തിന്റെ നാമങ്ങൾ, ആളുകളുടെ നാമങ്ങൾ, അതേപോലെ തന്നെ മറ്റു നാമങ്ങൾ, ഇതൊക്കെ മാറ്റി നിർത്തിയാൽ റൂട്ട് ഫോമിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ പദങ്ങൾ. അത് 1850 എന്ന് പറഞ്ഞാൽ എന്തായി? 1850 പദങ്ങൾ പഠിച്ചാൽ ഖുർആൻ പഠിക്കാൻ കഴിയും. വലഖദ് യസ്സർനൽ ഖുർആൻ, ഖുർആൻ എളുപ്പമാണ്. ഇനി ഒന്നുകൂടെ നമുക്ക് കേൾക്കാം. പ്ലേസ് അതേപോലെ തന്നെ സ്ഥലം 862 ഉള്ളൂ. അതൊക്കെ നമുക്ക് അറിയുന്നതാണ് മഹാഭൂരിപക്ഷവും. മാത്രവുമല്ല റിപ്പീറ്റ് ആയിട്ടുള്ള വാക്കുകൾ എന്ന് പറയുന്നത് 4500 എന്ന് പറഞ്ഞാൽ 77,500 നിന്ന് 45,000 പദങ്ങൾ റിപ്പീറ്റ് ചെയ്ത പദങ്ങളാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ ഏതാണ്ട് 10,779 പദങ്ങളുണ്ട് എന്ന് ഞാൻ പറയുന്നത് എണ്ണി നോക്കിയാൽ 10,000 കിട്ടൂല. പക്ഷേ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് വന്നിട്ടുള്ള ഓരോ പദങ്ങളും, ഫാത്തിഹ, ബിസ്മില്ലാഹി, അൽഹംദു, ഹമദ, യഹ്മദു, ഹാമിദ്, ഹമ്മാദ്, ഇങ്ങനെയുള്ള പദങ്ങൾ, അൽഹംദുലില്ലാഹി, ലില്ലാഹി, റബ്ബി, റബ്ബായു, റബ്ബി, തർബിയത്ത്, റബ്ബാനിയീന്, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ചേർത്താൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്നതോടുകൂടി ഖുർആനിലെ 10,779 വാക്കുകൾ നമ്മുടെ കയ്യിൽ കിട്ടി, പദങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടി. അത്രയും എളുപ്പമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാവുന്ന ധാരാളം പദങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ആ വിശുദ്ധ ഖുർആനിലെ ചില പദങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഞാൻ സൂചിപ്പിക്കാം. അല്ലാഹു, റബ്ബ്, റസൂല്, നബിയ്, ഈ പദങ്ങൾ ഏതാണ്ട് 31 പേജുകളിൽ വന്നിട്ടുണ്ട്. മൊത്തം കൂട്ടിയാൽ 31 പേജുണ്ട് എന്ന് പറഞ്ഞാൽ 1.5 ജുസ് ഉണ്ട്. ഏത് 4 പദങ്ങൾ ഇങ്ങനെ നേരെ അടുക്കി വെച്ചാൽ 1.5 ജുസ് നമുക്ക് കിട്ടും. അത്രയധികം പദങ്ങൾ അല്ലാഹു, റസൂല്, നബിയ്, റബ്ബ് ഈ പദങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള മുസ്ലിം, മുഅ്മിന്, സ്വാലിഹ്, കാഫിർ, മുശ്രിക്, മുനാഫിഖ്, ഈ പദങ്ങൾ മൊത്തം ചേർത്ത് വെച്ചാൽ 4 പേജ് വരും. കിതാബ് എന്ന പദം 255 തവണ വിശുദ്ധ ഖുർആനിലുണ്ട്. ആയത്ത് എന്ന പദം 182 തവണ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവാചകന്മാരുടെ നാമങ്ങൾ ആവർത്തിച്ചതും എല്ലാം കൂടെ കൂട്ടിയാൽ 513 തവണ വന്നിട്ടുണ്ട്. സ്ഥലത്തിന്റെ നാമങ്ങൾ 340 പ്രാവശ്യം വന്നിട്ടുണ്ട്. പ്രവാചകന്മാരുടെയും സ്ഥലത്തിന്റെയും നാമങ്ങൾ ചേർത്താൽ 6.5 പേജ് വരും. 6.5 പേജ് എങ്ങനെ നേരെ എഴുതിയാൽ 6.5 പേജ് വരും. അതേപോലെ തന്നെ റഹ്മാൻ, റഹീം, ഖുർആൻ, ആഖിറത്ത്, അദാബ്, ഹഖ്, റഹ്മത്ത്, ദീന്, സ്വലാത്ത്, ദുനിയ, ശൈത്താന്, മലക്ക്, ഈ പദങ്ങളൊക്കെ ചേർത്താൽ 14 പേജ് വരുന്നുണ്ട്. ഇനി ആയത്ത് നോക്കി നോക്കൂ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി വഹൽ മിൻ മുദ്ദക്കിർ. എത്ര എളുപ്പമാണ് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ. ആവർത്തിച്ചു വരുന്ന പദങ്ങളും ഒരു പദത്തിൽ നിന്ന് വ്യത്യസ്തമായി തീരുന്ന പദങ്ങളും എല്ലാം ചേർത്താൽ തന്നെ അത്ര വരും. ഇനി ചെറിയ ഹർഫുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. മിൻ എന്ന് പറയുന്നൊരു ഹർഫുണ്ട്. മിൻ, അൻ, പാലയിൽ, ആലാഫി, കുറേ ഹർഫുകൾ ഉണ്ടല്ലോ. ഉദാഹരണം മാത്രം എടുക്കാം. മിൻ എന്ന് പറയുന്ന ഹർഫ് വിശുദ്ധ ഖുർആനിൽ 3017 തവണ ഉണ്ട്. ഇതൊക്കെ കൂടി ഇങ്ങനെ അടുക്കി വെച്ച എത്ര പേജായി?
ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഒരു തോന്നലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിചാരമോ ആണ് വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കുന്നതിന് വലിയ കാലതാമസം എടുക്കണമെന്നത്. വളരെ ലളിതമായി തന്നെ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. 10ാം ക്ലാസ് പാസ്സാകണമെങ്കിൽ 10 കൊല്ലം പഠിക്കണ്ടേ? ഡിഗ്രി പാസ്സാകണമെങ്കിൽ +2 പാസ്സാകണമെങ്കിൽ 2 കൊല്ലം, പിന്നെ 3 കൊല്ലം പഠിക്കണ്ടേ? മര്യാദയ്ക്കൊരു ജോലി കിട്ടണമെങ്കിലോ 10-20 കൊല്ലം പഠിക്കണം. ഖുർആൻ പഠിക്കാൻ 20 കൊല്ലം വേണോ? ഇല്ല. നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആധാരമായി നാം പഠിച്ചെടുക്കുന്ന ഭാഗങ്ങൾക്ക് വർഷങ്ങൾ ചെലവഴിക്കുന്നു. പക്ഷെ അത്രയൊന്നും വർഷങ്ങൾ ചെലവഴിക്കേണ്ടതില്ലാത്ത, എന്നാൽ എൻ്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമായി മാറേണ്ട വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ ഞാൻ എത്ര സമയമാണ് ഉപയോഗിക്കുന്നത് ഓരോ ദിവസവും എന്ന് പരിശോധിക്കുക. ഒന്ന് പല്ലു തേച്ച് മുഖം വൃത്തിയാക്കി കഴുകി രാവിലെ ഒന്ന് വരുമ്പോഴേക്ക് നമ്മളുടെ ടോയ്ലറ്റിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ചെലവഴിക്കണം. ചോദിച്ചാൽ അധികമാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ടോയ്ലറ്റിൽ നമ്മൾ ചെലവഴിക്കുന്ന അത്ര സമയം അള്ളാന്റെ ഖുർആനിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും ചെലവഴിക്കുന്നുണ്ടോ? എൻ്റെ ശരീരത്തെ ശുദ്ധീകരിക്കേണ്ട ഒരു വേദഗ്രന്ഥത്തിന് വേണ്ടി, എൻ്റെ ശരീരത്തിൻ്റെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി ഞാൻ വെള്ളം ഉപയോഗിച്ച് കഴുകുന്ന അത്ര പോലും സമയം ചെലവഴിക്കുന്നില്ല എങ്കിൽ എന്തുമാത്രം വലിയ ധിക്കാരമാണ് ഈ ഖുർആനിനോട് ഞാനും നിങ്ങളും ചെയ്യുന്നത് എന്ന് ആലോചിക്കേണ്ടതാണ്. ഇനി വിശുദ്ധ ഖുർആനിലെ അതിൻ്റെ സാഹിത്യവുമായി ബന്ധപ്പെടുത്തിയ ചില ഭാഗങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണോ സമയം തീരുന്നത് അപ്പോൾ അവസാനിക്കുക. കാരണം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് പറഞ്ഞു പോവുകയാണ്. പരസ്പര കണക്റ്റഡ് ഒന്നും ആയിരിക്കില്ല ഈ വിഷയങ്ങൾ, എന്നാൽ ആശയങ്ങൾ, ഭാഗങ്ങൾ കണക്റ്റഡ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ പരിചയമുള്ള ഒരു ഭാഗമാണിത്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. ഇതിൻ്റെ എല്ലാ അർത്ഥം നമുക്കറിയാം. എന്താണ്? പരലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിലപിക്കുന്നു. ഇന്ന ഖൗമി ഇത്തഖദൂ, എൻ്റെ സമൂഹം വിശുദ്ധ ഖുർആനിനെ ആക്കി, ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ ആക്കി, മഹ്ജൂറ. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞേ എന്താ? മഹ്ജൂറ എന്ന് പറഞ്ഞാൽ അവഗണിച്ചു എന്നല്ലേ, ഒഴിവാക്കി എന്നല്ലേ? യെസ്, നമ്മൾ അങ്ങനെയാണ് അത് പഠിച്ചത്. അതല്ല എൻ്റെ അർത്ഥം. ഭാഷാപരമായി ഹജറ എന്ന് പറയുന്നതിന് വെടിയുക എന്ന അർത്ഥമുണ്ട്. തറക്ക എന്ന് പറയുന്ന അർത്ഥത്തിന് ഹജറ ഉപയോഗിക്കില്ല. അറബി ഭാഷ അറിയുന്ന കുറേ ആളുകൾ എൻ്റെ മുമ്പിലുണ്ട് എന്നും എൻ്റെ ഉസ്താദുമാരും ഉസ്താദുമാരുടെ ഉസ്താദും ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഹജറ, മഹ്ജൂറ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ ഒന്നുകൂടി അതിൻ്റെ നേരത്തെ പറഞ്ഞ ആ പദത്തിനകത്തുള്ള സംസ്കാരത്തെ കൂടി കിട്ടണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലോകത്ത് ഏതെങ്കിലും മുസ്ലിങ്ങൾ ഖുർആൻ എറിയുന്നു, വലിച്ചെറിയുന്നു, ഒഴിവാക്കുന്നു ഉണ്ടോ? നിങ്ങൾ ഖുർആൻ അങ്ങാടിക്ക് പോയിട്ട് കുറച്ച് കല്ലുടിയന്മാരായ മുസ്ലിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓല മുമ്പിൽ പോയിട്ട് ഖുർആൻ ഒന്ന് കീറി വയ്ക്കും, ഓല ആവേശം ജ്വലിക്കും അല്ലേ? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ മുഖമക്കനിടാതെ പെൺകുട്ടികൾ വരണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മളവിടെ ഇൻകിലാബ് വിളിച്ചും. ഇൻകിലാബ് വിളിക്കൊണ്ട മകൻ ഇട്ടിട്ടുണ്ടാവില്ല, ഇനി ഇടാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല, എന്നാലും ഇൻകിലാബ് അവിടെ ഉണ്ടാവും. പറഞ്ഞാൽ ആ ഒരു വൈകാരികത ഒരു വേദഗ്രന്ഥം എന്ന നിലക്ക് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അതിനെ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ചെയ്യില്ല. പക്ഷെ എന്താണ് ആ പദത്തിന്റെ അർത്ഥം? വിശുദ്ധ ഖുർആൻ തന്നെ ആ പദത്തെ വിശദീകരിക്കുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത്. വിശുദ്ധ ഖുർആനിലെ മഹ്ജൂറ എന്ന് പറയുന്ന പദം ഖുർആൻ വിശദീകരിക്കുന്നത് വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഇദൂഹുന്ന. വിവാഹമോചനവുമായി ബന്ധപ്പെടുത്തിയ വിഷയങ്ങൾ പറയുന്നിടത്ത് നിങ്ങളുടെ ഇണകളുമായി വിവാഹമോചനത്തിന്റെ ഘട്ടത്തിലെത്തുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഉപദേശിക്കണം. ഉപദേശം കഴിഞ്ഞ് ബാക്കിയുള്ള ഹകമ മിൻ അഹ്ലിഹി, ഹകമ മിൻ അഹ്ലിഹ, ഇങ്ങനെയൊക്കെ ഘട്ടങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനൊരു ഘട്ടമായി പറഞ്ഞത് വഹുജുറൂഹുന്ന ഫിൽ മലാജിഇ എന്ന ഭാഗമാണ്. വഹുജുറൂഹുന്ന ഫിൽ മലാജിഇ. നേരത്തെ പറഞ്ഞത് എന്താണ്? മഹ്ജൂറ, വഹുജുറൂഹുന്ന. മഹ്ജൂറ, വഹ്ജുറൂഹുന്ന. എവിടെയാണ് നീ അവളെ ഹജറാക്കേണ്ടത്? നിങ്ങൾ പറയാം, ഉറങ്ങാതിരിക്കാനും കൂടി നല്ലതാ. എവിടെയാ ഹജറാക്കേണ്ടത്? ഫിൽ മലാജിഇ. ഫിൽ മലാജിഇ. ഓളെ പെരി കൊണ്ടയാക്കല്ല. എൻ്റെ പെണ്ണുങ്ങളെ രണ്ടത്താണി കൊണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ വിലസി അടക്കാന്നല്ല. എൻ്റെ പെണ്ണുങ്ങൾ എൻ്റെ റൂമിൽ തന്നെ ഉണ്ടാവേണ്ടത്, എൻ്റെ ബെഡിൽ തന്നെ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ബെഡിൽ തന്നെ ഉണ്ടാവേണ്ടത്. വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഇ എന്നാ ഖുർആൻ ഉപയോഗിച്ചത്. നീ നിന്റെ കിടപ്പറയിൽ അവളെ വെടിയണം, അവളെ ഹജറാക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അവൾ വലത്തോട്ടും ഞാൻ ഇടത്തോട്ടും കിടക്കുക, മിണ്ടാട്ടമില്ല, സംസാരമില്ല, ഇടപഴകുന്നില്ല, വർത്തനങ്ങളില്ല, പെരുമാറ്റങ്ങളില്ല. അഥവാ ഒന്ന് തട്ടിമുട്ടിയാലോ അത് തീരും ചെയ്യും, പ്രശ്നം പരിഹരിക്കും കൂട്ടരെ. ഇതാണ് വഹ്ജുറൂഹുന്ന എന്ന് പറഞ്ഞാൽ ആത്മബന്ധം വെടിയുക എന്നാണ് അതിന്റെ അർത്ഥം. ആത്മബന്ധമാണ്
വെടിഞ്ഞത്. അവൾ ഒഴിവാക്കിയിട്ടില്ല, തലാക്ക് ചെയ്തിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല, നീ പോടി എന്ന് പറഞ്ഞ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആത്മബന്ധമില്ല, മനസ്സിനോട് അടുപ്പമില്ല, ഹൃദയത്തിനോട് ചേർത്ത് വെക്കുന്നില്ല. ആ ഹൃദയബന്ധം, സ്നേഹബന്ധം, കാരുണ്യബന്ധം, പ്രേമബന്ധം അതൊഴിവാകുന്നു അവിടെ. ആ ഒഴിവാകലോ താൽക്കാലികമായ ഒരു ഒഴിവാകൽ കൂടിയാണ്. വഹ്ജുറൂഹുന്ന ഇന്ന ഖൗമി തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. മഹ്ജൂറ എന്ന് പറഞ്ഞാൽ ആത്മബന്ധം വെടിയുക എന്നർത്ഥം. നമ്മളും ഖുർആനും തമ്മിലുള്ള ആത്മബന്ധം എത്രയാണ്? വൈകുന്നേരം അല്പസമയം വൈകിയാൽ നമ്മൾ ഫോൺ ചെയ്തിട്ട് നിങ്ങൾ എവിടെ എത്തി എന്ന് ചോദിക്കും. ഭർത്താവുമായുള്ള ആത്മബന്ധമാണത്. നീ എവിടെ എത്തിയെന്ന് തിരിച്ചു ചോദിക്കും. ഇങ്ങനെ ഒരു ദിവസം വിശുദ്ധ ഖുർആനിനെ സമീപിക്കാനും വായിക്കാനും പഠിക്കാനും കഴിയാത്തതിൻ്റെ പേരിൽ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുടെ ലാഞ്ചനകൾ എനിക്കോ നിങ്ങൾക്കോ വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു ലാഞ്ചന, അങ്ങനെയുള്ളൊരു അവഗണിക്കൽ, അതിനെയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, അതതിൻ്റെ സാഹിത്യത്തിൻ്റെ ഏറ്റവും അദ്വിതീയമായ ഒരു ഭാഗമാണ്. ഇനി ഖുർആനിലുള്ള ആദ്യത്തെ 2 വാക്കെടുക്കാം. ഒന്ന് എല്ലാവരും ഒന്ന് ചൊല്ലിക്കുക, എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് വാക്ക് ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർത്ഥം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ബാക്കി പറയും. നാമത്തിൽ എവിടെ ആരംഭിക്കുന്നു എന്നതിൽ അർത്ഥം? ആരംഭിക്കുന്നു എന്നുള്ളൊരു വേർഡ് കാണിച്ചു തരും. അതിൽ ബിസ്മി അറിയാം. ബിസ്മി എന്ന് പറഞ്ഞാൽ നാമം. ബിസ്മില്ലാഹി അള്ളാഹു, റഹ്മാൻ റഹീം. ആരംഭിക്കൽ എവിടെ? എന്താണ് ഇതിൽ കർമ്മവും ക്രിയയൊന്നും കൃത്യമായ രൂപത്തിൽ വരാത്ത? അതതിൻ്റെ അത്ഭുതമാണ്. നമ്മൾ അർത്ഥം എഴുതുന്ന സമയത്ത് മലയാളത്തിൽ ആരംഭിക്കുന്നു എന്ന് പറയുന്നു. ഭാഷാപരമായി ഈ വാക്കുകളിൽ അത് ഉൾച്ചേർന്ന് കിടക്കുന്നില്ല. പക്ഷേ എവിടേക്കും ചേർത്ത് വെക്കാവുന്ന ഒന്ന്. കഴിക്കുന്ന സമയത്ത്, കുളിക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത് ഒക്കെ അതാരംഭിക്കുന്നു. ഓരോന്നിൻ്റെയും ആരംഭമാണ് അവിടെ. ആ ആരംഭമോ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നതാണ്. രണ്ടാമത്തേത്, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പോകാം. രണ്ടാമത്തേത് ദാലികൽ കിതാബു ലാ റൈബ് ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. റൈബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മലയാളത്തിൽ റൈബിന് എന്താ നമ്മൾ അർത്ഥം പറഞ്ഞേ? സംശയം എന്നാണ്. അല്ല, ഞാൻ അതൊക്കെ കൂടി പൊളിക്കാൻ വന്ന ആളല്ല കേട്ടോ. റൈബ് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം എന്താണ്? ഗൾഫിൽ പോയ ആൾക്കാരുണ്ടല്ലോ, ഒരു സംശയമില്ല എന്നുള്ള അറബിയിൽ എന്താ പറയാ? പറയ്. ലാ ശക്ക ഫീഹി എന്നല്ല പറയല്. എന്താ ഇവിടെ ലാ ശക്ക ഫീഹി വരാത്ത? ദാലികൽ കിതാബു ലാ ശക്ക ഫീഹി. അങ്ങനെയല്ല. റൈബ് എന്ന് പറഞ്ഞാൽ സംശയത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിനാണ് റൈബ് എന്ന് പറയാം. ശക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ സംശയം. ഇപ്പൊ പോയത് കറുത്ത ബസ്സോ നീല ബസ്സോ എന്തോ ഒരു സംശയമുണ്ട്, അതിനൊക്കെയാണ് ശക്ക് എന്ന് പറയാം. ഓക്കെ, കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയാൽ ലന്ന് എന്ന് പറയും. ഇത് ഇങ്ങോട്ട് ബാക്കോട്ട് എടുത്താലോ ലന്ന്, ശക്ക് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റൈബ്. അതിസൂക്ഷ്മമായ മൈക്രോ മാക്രോ ലെവലിൽ പോലും സംശയമില്ല എന്ന് പറയുന്നതിനാണ് റൈബ് എന്ന പദം വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അർത്ഥം എങ്ങനെയാണ്? ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. തീർച്ചയായും ഈ ഗ്രന്ഥത്തിൽ അതിസൂക്ഷ്മമായ ഒരു സംശയം പോലും ഇല്ല. അതിസൂക്ഷ്മമായ ഒരു സംശയത്തിന്റെ തലം പോലും ഇതിലില്ല എന്നതാണ്. ഇനി മറ്റൊരു ഭാഗം, അതിൻ്റെ സാഹിത്യ പ്രയോഗത്തിന്റെ മറ്റൊരു അത്ഭുതത്തിലേക്ക് നമുക്ക് പോകാം. ഇസ്ലാമിക ചരിത്രത്തിൽ 2 പ്രവാചകന്മാരുണ്ട്. ഒന്ന് മൂസാ നബിയാണ്, 2 യൂസുഫ് നബിയാണ്. എന്താ ഇത് തമ്മിലുള്ള പ്രത്യേകത? ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിച്ചിട്ടുള്ള പ്രവാചകന്റെ നാമമാണ് മൂസാ നബി. ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട് മൂസാ നബിയുടെ ചരിത്രം. എന്നാൽ ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ യൂസുഫ് നബിയുടെ ചരിത്രം. ഒന്ന് ഏറ്റവും താഴെയാണ്, ഒന്ന് ഏറ്റവും മുകളിലാണ്. വിവിധ അധ്യായങ്ങളിൽ മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ശുഅറാ, ഖസസ്, ത്വാഹ, ഈ 3 സൂക്തങ്ങളിൽ ഈ 3 സൂറകളിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ സൂറത്ത് യൂസഫ് നബിയുടെ ചരിത്രമോ സൂറ യൂസഫിൽ മാത്രമേ ഉള്ളൂ.
എന്താണ് ഈ രണ്ട് പദങ്ങളും തമ്മിലുള്ള ബന്ധം? ഈ രണ്ട് ചരിത്രവും തമ്മിലുള്ള ബന്ധം? വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ചരിത്രങ്ങൾ ആവർത്തിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖദ് ഖലത് മിൻ ഖബ്ലിക്കും സുനനുൻ. പൂർവികമായിട്ടുള്ള ചരിത്രങ്ങൾ, അത് പിറകോട്ട് തള്ളപ്പെട്ട ചരിത്രങ്ങൾ, അത് പിന്നീട് ആവർത്തിക്കും. ലാ തബ്ദീല ലിസുന്നത്തില്ല. അള്ളാഹുവിൻ്റെ ആ ചര്യ, അനുബന്ധമായ ചര്യകൾക്ക് ഒരു വ്യത്യാസവും സംഭവിക്കുകയും ഇല്ല. മൂസാ നബിയും യൂസുഫ് നബിയും തമ്മിലുള്ള കാലയളവ് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ വ്യത്യാസമുണ്ട്. പക്ഷെ ആ നൂറ്റാണ്ടുകൾ വ്യത്യാസമുള്ള കാലയളവായിരുന്നിട്ട് കൂടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുന്നതിന് ഇടക്ക് വെച്ച്, സൂറ ഖസസിൽ ചരിത്രം പറയുന്നതിന്റെ ഇടക്ക് വെച്ച്, സൂറത്ത് ആഫിറിൽ ചരിത്രം പറയുന്നതിന്റെ ഇടക്ക് വെച്ചൊരു ഭാഗം ഖുർആൻ പറയുന്നുണ്ട്. മൂസാ നബിന്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. 12 മിനിറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഓതാത്തത്. ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് ഇടയ്ക്കൊരു ഭാഗം ഖുർആൻ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? വലഖദ് ജാഅകും യൂസുഫു മിൻ ഖബ്ലു ബിൽ ബയ്യിനാത്ത്. ഇടയ്ക്ക് യൂസുഫ് നബിയെ കുറിച്ച് പറഞ്ഞു. ഫിർഔനിനോടുള്ള സംസാരവും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു വലഖദ് ജാഅകും യൂസുഫ് എന്ന് പറയുന്ന ഒരു പ്രവാചകന് നേരെയും ഇപ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. യൂസുഫ് നബിയുടെ ചരിത്രത്തിന്റെ സമാനതകൾ മൂസാ നബിയുടെ ചരിത്രത്തിലും ഉൾച്ചേർന്ന് കിടക്കുന്നുണ്ട് എന്ന് ഒറ്റ വാചകം സൂറത്തു ആഫിറിൽ 2 സംഭവങ്ങൾ പറയുന്ന, അഥവാ മൂസാ നബിയുടെ സംഭവങ്ങൾ പറയുന്നതിന് ഇടക്ക് കയറിയിട്ട് വിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറഞ്ഞു. എന്താ അപ്പൊ അവിടെ ഇടക്കൊരു യൂസുഫ് നബിയെ പറയാൻ കാരണം? അതതിൻ്റെ ഭാഷാ വൈവിധ്യത്തിന്റെ ഒരു ഭാഗമാണ്. ചരിത്രപരമായ അവതരണത്തിന്റെ ഭാഷാ വൈവിധ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടാണ് അതിനെ കാണാൻ കഴിയുന്നത്. ആ ഉദാഹരണം എങ്ങനെയാണ്? ഒന്ന്, സൂറത്ത് യൂസുഫ് നബിയെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? അഹ്സനൽ ഖസസ്. യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ഖസസ് ഏതാണ്? യൂസുഫ് നബിയുടെ ഏതാണെന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷെ ആ സൂറത്തിന്റെ പേരോ യൂസുഫ്. മൂസാ നബിയുടെ ചരിത്രം കൂടുതലായി വിശദീകരിക്കുന്ന സൂറത്ത് ഏതാണ്? ഖസസാണ്. അതിന്റെ പേരോ മൂസാ നബി എന്നല്ല. നോക്കൂ നിങ്ങൾ, ആ ഒരു കണക്ഷന്റെ ഒരു ഭാഗം എത്ര സൗന്ദര്യപരമായിട്ടാണ്. സുബ്ഹാനല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ ഇനിയും ഒരു ഭാഗം നമുക്ക് കാണാം. ഒന്ന്, യൂസുഫ് നബിയുടെയും മൂസാ നബിയുടെയും ചരിത്രം ആരംഭിക്കുന്നതിലും ചില സാമ്യതകളുണ്ട്. യൂസുഫ് നബിയുടെ ചരിത്രം ഫലസ്തീനിൽ നിന്ന് ആരംഭിച്ച് ഈജിപ്തിന്റെ ഭാഗങ്ങളിലേക്ക് വന്ന് പിന്നെ പുറത്തേക്ക്, ഈജിപ്തിന്റെ പുറത്തു വന്നിട്ട് പിന്നെ ഈജിപ്തിലേക്ക്, പലസ്തീനിലേക്ക് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. മൂസാ നബിയുടേത് പലസ്തീനിൽ നിന്ന് ആരംഭിച്ച് ഈജിപ്തിൽ നിന്ന് ആരംഭിച്ച് പിന്നെ ഈജിപ്തിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളുണ്ട്. രണ്ടാമത്തതോ ബാല്യകാലത്തിൽ യൂസുഫ് നബിയുടേത് പിതാവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. യൂസുഫ് നബിയുടെ മാതാവിനെ കുറിച്ച് പറയുന്നില്ല. മൂസാ നബിയുടെ മാതാവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, പിതാവിനെ കുറിച്ച് പറയുന്നില്ല. രണ്ടുപേരുടെയും ആദ്യകാലം, ബാല്യകാലം എന്ന് പറയുന്നത് ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് അവതരിപ്പിക്കുന്നത്. ഒന്ന്, പിതാവിൽ നിന്ന് നഷ്ടപ്പെടുന്നു, മറ്റൊന്ന് ഉമ്മയിൽ നിന്ന് നഷ്ടപ്പെടുന്നു. മൂന്നാമത്തേത്, കുട്ടിയെ ഭയക്കുന്നു. ആര്? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുഞ്ഞിനെ സംബന്ധിച്ച് കൈവിട്ട് കൊടുക്കുന്നതിനെ ഭയക്കുന്നു, നഷ്ടപ്പെട്ട സമയത്തും ഭയക്കുന്നു. ഇപ്പുറത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയെ നദിയിൽ ഒഴുക്കുന്നതിനെ സംബന്ധിച്ച് ഉമ്മ ഭയക്കുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിത്തീരുന്നു. കുട്ടിയെ രണ്ടുപേരും പ്രയാസത്തിലാണ് തിരിച്ചയക്കുന്നത്. പിന്നെയോ അവർ രണ്ടുപേരുടെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും പേര് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, എന്തൊരു യോജിപ്പാണ് ഭാഷാപരമായി അവിടെ ഉപയോഗിക്കുന്നത് എന്നറിയോ? രണ്ടുപേരുടെയും ലയഹ്സുനുനി, എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്, വയഖാഫു, എനിക്ക് പേടിയുണ്ട് എന്ന് യാക്കൂബ് നബി പറയാണ്. യാക്കൂബ് നബി ആകുന്ന പിതാവ് യൂസുഫ് നബി നഷ്ടപ്പെട്ടു പോയതിൽ പ്രകടിപ്പിക്കുന്ന 2 വികാരമാണ്. ഒന്ന് ഹുസ്നും ഖൗഫും. അതേ വികാരം തന്നെയാണ് ഇപ്പുറത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയും പ്രകടിപ്പിക്കുന്നത്. ലാ തഹ്സൻ, അല്ലേ? എന്താണ്? ഇന്നാ റാദ്ദൂഹു ഇലൈക്കി, നിന്നിലേക്ക് അത് തിരിച്ചു തരും. വലാ തഖാഫി, പേടിക്കേണ്ടതില്ല എന്ന് അപ്പുറത്തും പറഞ്ഞു കൊടുക്കുന്നു. ഉമ്മയോടും ഉപ്പയോടും ഈ 2 പദങ്ങൾ ഒരേപോലെ മകൻ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, മകൻ നഷ്ടപ്പെട്ടു എന്ന് 100% ഉറപ്പിക്കാൻ മനസ്സ് വരാത്തതിന്റെ പേരിലുള്ള സാമ്യതകളെ വിശുദ്ധ ഖുർആൻ എത്ര സാഹിതീയമായിട്ടാണ് കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളത്. ഇത് എന്ന പാരായണത്തിലും വായനയിലും പഠനത്തിലും കിട്ടൂല സഹോദരങ്ങളെ. ഇത് വളരെ കൃത്യമായി അതിനകത്തേക്ക് കയറിയിട്ട് പഠിക്കണം. അത് ലളിതമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പിന്നെ നമ്മൾ അതിന് ബുദ്ധിമുട്ടാക്കണ്ട.
അത്രമേൽ ലളിതമായ പരാമർശങ്ങളിലേക്കാണ് അത് പോകുന്നത്. ഒന്ന് പുഴയിൽ നിക്ഷേപിക്കുന്നു, മറ്റൊന്ന് കിണറ്റിൽ നിക്ഷേപിക്കുന്നു. ഒന്നും രണ്ടും വെള്ളമുള്ളതാണ്. രണ്ടും വെള്ളമുള്ളതാണ്. വെള്ളത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന സമയത്ത് നാഗരികതകളുമായി ചേർത്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. വത്തീനി വസൈത്തൂൻ വത്തൂരി സീനീൻ എന്ന് പറയുന്ന സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഹമ്മദ് അസദി ഈ ഭാഗം കൃത്യമായി രേഖപ്പെടുത്തി പോകുന്നുണ്ട്. രണ്ടും വെള്ളത്തിലേക്കാണ് വരുന്നത്. ആ വെള്ളത്തിൽ നിന്നാണ് നാഗരികതകൾ ഉണ്ടാകുന്നത്. യൂസുഫ് നബിയുടെ ചരിത്രത്തിന്റെ അവസാന ഘട്ടത്തിൽ നിന്ന് ഒരു വലിയ നാഗരികതയുടെ തുടക്കമുണ്ടാകുന്നു. മൂസാ നബിയുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ നിന്ന് മോശെ പ്രവാചകൻ എന്ന് പറയുന്ന പ്രവാചകന്റെ വലിയൊരു തുടക്കമുണ്ടാകുന്നു. നാഗരികതകൾ അവിടെ നിന്ന് ആരംഭിക്കുന്നു. ഇനി ആവർത്തിക്കുന്ന പദങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ചില പദങ്ങൾ ഒരു പദം തന്നെ കൂടുതൽ തവണ പറഞ്ഞാൽ സൗന്ദര്യം കൂടും. അത് അറബി ഭാഷക്കും വിശുദ്ധ ഖുർആനിനും മാത്രം ഉള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വഖദ് മക്റൂ മക്റഹും വഇൻദല്ലാഹി മക്റുഹും വഇൻ കാന മക്റുഹും. എത്ര മക്റുണ്ട് അതില്! എന്തൊരു സുഖമാണ്, എന്തൊരു കാവ്യാത്മകതയാണ് ആ പദത്തിനുള്ളത്. വഖദ് മകറൂ മക്റഹും മകറൂ മക്റഹും വഇൻദല്ലാഹി മക്റുഹും മക്റഹും മക്റുഹും വഇൻ കാന മക്റുഹും. ഒരേ പദം തൊട്ടടുത്ത് തന്നെ വന്ന് അതിലേക്ക് തന്നെ ചേർത്ത് പറയുന്ന സമയത്തുണ്ടാകുന്ന വലിയ ഒരു സൗന്ദര്യം ഭാഷാപരമായി നമുക്ക് കാണാൻ കഴിയും. ഇതേ സൗന്ദര്യം നമുക്കൊക്കെ പരിചയമുണ്ട്, അല്ലേ? സഫൻ സഫ, ദക്കൻ ദക്ക. അവിടെയൊക്കെ ഒരേ പദം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന സമയത്തുണ്ടാകുന്ന സൗന്ദര്യമാണ് അതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഫദക്കിർ ഇൻ നഫഅതി ദിക്റ. നമ്മൾ ആരെയാ പറഞ്ഞോ, എന്താ ഒരു പദം തന്നെ പിന്നെ ആവർത്തിക്കണേ, ഒരു സുഖമില്ലല്ലോ എന്ന്. ഞാൻ കോഴിക്കോട്ടേക്ക് പോയി, പിന്നെ കോഴിക്കോട്ടേക്ക് പോയി, ഇങ്ങനെ ഒരേ പദം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നോക്കൂ, അസ്വസ്ഥത തോന്നും. പക്ഷേ ഖുർആനിലെ വാക്കുകളും പദങ്ങളും ആവർത്തിക്കുന്നതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സൗന്ദര്യമാണ് രംഗത്ത് വരുന്നത്. ചില പദങ്ങൾക്കകത്ത് അതിൻ്റെ ആശയങ്ങൾ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും. നമുക്കൊക്കെ പരിചയമുള്ളൊരു സൂറത്താണല്ലോ സൂറ സിൽസാൽ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. സൽസല, പ്രകമ്പനം കൊള്ളുക എന്നത്. വിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിൽ പറയുന്നത് അവിടെ ഇവിടെ നിൽക്കാത്തൊരു ആടിക്കളിക്കണ സ്വഭാവമുള്ള ആളെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ ഉപയോഗിച്ച പദാണിത്. എന്ത്? മുദബ്ദബീന ബൈന ദാലിക്. മുദബ്ദബീന മുദബ്ദബീന. അതിനൊരു ഉറപ്പിട്ടണില്ല. അതിനകത്ത് തന്നെ പാരായണത്തിൽ തന്നെ ആ പദമുണ്ട്. വൽ ആദിയാതി ളബ്ഹ ളബ്ഹ ഖദ്ഹ നഖഅ ജംഅ. കുളമ്പടി ശബ്ദത്തിന്റെ, കുതിരയുടെ അതിശക്തമായ വേഗതയിലുള്ള യാത്രയെക്കുറിച്ച് പറയുന്ന സൂറ അൽ ആദിയാത്തിന്റെ അവസാന ഭാഗത്ത് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ നിന്ന് ലഭിക്കുന്ന അതിൻ്റെ കൃത്യതയോടുകൂടിയിട്ടുള്ളൊരു ആശയ ഗാംഭീര്യതയുണ്ട്. ആ ആശയ ഗാംഭീര്യത നമുക്ക് കാണാൻ കഴിയുന്ന സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. നോക്കൂ നിങ്ങൾ, പതുക്കെ ഒരാളിങ്ങനെ മുങ്ങിയിട്ട് ഞാൻ വേണോ, ഞാൻ വേണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ പോരണോ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് നടന്നാലോ എന്നൊക്കെ പറയുന്നൊരു ശൈലിയുണ്ടല്ലോ. ആ ശൈലിക്ക് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് പിന്നോട്ട് ഇങ്ങനെ മാറണ യുബത്തി അന്ന. ഞാൻ വേണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ആ പദത്തിനകത്തു തന്നെ ആ ആശയത്തെ കിടക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇസ്രായിൽ ഉപയോഗിച്ചൊരു പദം നമുക്കൊക്കെ പരിചയമുള്ളൊരു കാര്യമാണ്. അതിശക്തമായി നാശം സംഭവിക്കുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗമാണ് ദമ്മർനാഹ. നാം നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു, ഇടിച്ചു പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. തദ്മീറ, ഒരു നാശം അതിന് വരുത്തിയിരിക്കുന്നു എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ സംസ്കാരം ദമ്മർനാഹ തദ്മീറ പോലെ ഇത് പാരായണം കിട്ടൂല. കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി الساق بالساق. ഒരു മരണത്തിൻ്റെ വികാരം അവിടെ കിട്ടും. അത് ഒരു പദത്തിൻ്റെ പാരായണത്തിൽ അറബി ഭാഷയ്ക്കും വിശുദ്ധ ഖുർആനും കിട്ടുന്ന ഒന്നാണ്. ഞാൻ തമാശയായിട്ടൊരു കാര്യം പറയാം. ഒരൊറ്റ വാക്കുപയോഗിച്ചാൽ എവിടെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും.
ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു. മൂന്ന് സ്ഥലല്ലേ? മൂന്ന് സ്ഥലല്ലേ? ആണ്. വിശുദ്ധ ഖുർആനിലെ വാക്കുകൾക്കകത്ത് കിടക്കുന്ന അതിൻ്റെ സംസ്കാരത്തെ, അതിൻ്റെ സാഹചര്യത്തെ, അതിൻ്റെ സ്ഥലത്തെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ചില ഉദാഹരണമാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. നരകത്തിൽ നിന്ന്, നരകത്തിലെ ആളുകൾ വിളിച്ച് തേടുന്ന ഞെരങ്ങലിനെ കുറിച്ച് പറയുമ്പോൾ, ഏങ്ങലടിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ സൂറത്ത് തൂറിൽ ഖുർആൻ ഉപയോഗിക്കുന്നു യൗമ യുദ്ദഊന, യൗമ യുദ്ദഊന, യുദ്ദഊന ഇലാ നാരി ജഹന്നമ ദഅ ദഅ യുദ്ദഊന ദഅ. ഒരു വല്ലാത്തൊരു ഏങ്ങലടിക്കലുകൾ ആ പദത്തിനകത്ത്, ആ ആയത്തിനകത്ത് വിശുദ്ധ ഖുർആൻ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നത് സാഹിത്യത്തിൻ്റെ അത്ഭുതമായി നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങൾ വന്ന് നോക്കൂ. പ്രധാനപ്പെട്ട രണ്ട് തിന്മകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന് മോഷണമാണ്, ഒന്ന് വ്യഭിചാരമാണ്. ഈ രണ്ട് ഭാഗങ്ങളും പറയുന്നിടത്ത് വലിയൊരു വ്യത്യാസം സാഹിത്യത്തിലുണ്ട്, അറബി ഭാഷയിലുണ്ട്. ഒന്ന് നോക്കൂ നിങ്ങൾ, മോഷണത്തെക്കുറിച്ച് പറയുമ്പോൾ വസ്സാരിഖു വസ്സാരിഖതു, ആദ്യം ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ആണിനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമതോ പെണ്ണിനെ കുറിച്ചാണ് പറഞ്ഞത്. വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴോ അസ്സാനിയതു വസ്സാനി, ആദ്യം പെണ്ണിനെ കുറിച്ചാണ് പറഞ്ഞത്, പിന്നെയാണ് ആണിനെ കുറിച്ച് പറഞ്ഞത്. എന്താ ഈ വ്യത്യാസം? രണ്ടും മഹാ അപരാധങ്ങളായി വന്നിട്ടുള്ള രണ്ട് തിന്മകളാണ്. ലോകത്ത് മോഷണം എന്ന് പറയുന്നത് അതിൻ്റെതായ വലിയ ആഗോള അടിസ്ഥാനത്തിലൊക്കെ നിർവഹിക്കുന്നതിൽ ബഹുമാനപ്പെട്ട മഹദികൾ പിറകിലാണ്. അതിൻ്റെ മുൻപന്തിയിൽ നമുക്കാണ് ചാൻസ് ഉള്ളത്. അവിടെ ഖുർആൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പൗരുഷ ഘടനയിൽ വരുന്നൊരു ഭാഗമാണ് അസ്സാരിഖ്. രണ്ടാമത്തതാണ് അസ്സാരിഖത്ത്. ചിലപ്പോൾ കുമ്പളും അതേപോലെ തന്നെ തക്കാളിയും മുളകൊക്കെ അവിടുന്ന് ഇവിടുന്ന് എടുത്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടാവുള്ളൂ, ചെറിയതിൽ കിടക്കുന്നു. എന്നാൽ ലോകത്ത് വ്യഭിചാരം സ്വയമേവ ആരംഭിക്കുകയും വ്യഭിചാരത്തിന് സംഘടന ഉണ്ടാക്കുകയും വ്യഭിചാരത്തിന് വിലപേശുകയും വ്യഭിചാരം എന്ന് പറയുന്ന മ്ലേച്ഛ കർമ്മത്തെ ന്യായബദ്ധമായി കൊണ്ടുവരികയും വ്യഭിചാരത്തിൻ്റെ തുടക്കമുണ്ടാവുകയും ചെയ്യുന്നത് എവിടുന്നാണ്? പെണ്ണിൽ നിന്നാണ്, ആണിൽ നിന്നല്ല. ആണാണ് വ്യഭിചരിക്കുന്നത് എന്നത് ശരിയാണ്, പക്ഷെ വ്യഭിചാരത്തിൻ്റെ കളമൊരുങ്ങുന്നത് പെണ്ണിൻ്റെ ആരംഭത്തിൽ നിന്നാണ്. വിശുദ്ധ ഖുർആൻ അസ്സാനിയതു വസ്സാനി, വ്യഭിചരിക്കുന്ന പെണ്ണ്, വ്യഭിചാരിണി, വ്യഭിചരിക്കുന്നവൻ, മോഷ്ടാവ്, മോഷണം നടത്തുന്ന പെണ്ണ്, രണ്ട് വ്യത്യാസമാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഇനി മറ്റൊരു ഭാഗം കൂടെ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. വിശുദ്ധ ഖുർആനിൽ ഭാര്യ എന്ന് പറയുന്നതിന് എന്താണ് ഉപയോഗിക്കുന്നത്? സൗജ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ സൗജ് എന്ന് പറയുന്ന പദം ഏറെ മാനസിക അടുപ്പമുള്ള സ്ഥലത്ത് മാത്രമേ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ചില ഭാര്യമാരെ കുറിച്ച് പറയുമ്പോൾ സൗജ് എന്ന് പറഞ്ഞിട്ടില്ല. എവിടെയാണ്? ളറബല്ലാഹു മതലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ പമ്പർനോള്, ഇംറഅത്തുൻ പമ്പർനോള്. ഫിർഔനിന്റെ ഭാര്യ എന്ന് പറയുന്നതിന് ഇംറഅത്തുൻ, ഫിർഔനിന്റെ ഒരു പെണ്ണ്. ആ പെണ്ണ് ഫിർഔനുമായി എന്തല്ല, ആത്മബന്ധമില്ല, ഹൃദയ അടുപ്പമില്ല. സൗജ, ഇഴചേർന്ന് നിൽക്കുന്ന അവസ്ഥ അതിനില്ല. വിശുദ്ധ ഖുർആൻ ആ ഭാഗം എടുത്തു പറയുന്നുണ്ട്. എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ സൗജിനുണ്ട്. പക്ഷേ ആ സൗജ് എന്ന് പറയുന്നിടത്ത് അതില്ല. അവിടെയോ പെണ്ണ്. എന്നാലോ അസ്വാജുൻ നബി, പ്രവാചകന്റെ, ഇംറാത്തുൻ നബി അല്ല, അസ്വാജുൻ നബി, പ്രവാചകന്റെ ഇണകൾ. ഹും വഅസ്വാജുഹും, അവരും അവരുടെ ഇണകളും എന്നാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത്. ഭാഷാപരമായ അതിൻ്റെ കമനീയതയും അതിൻ്റെ സൗന്ദര്യവുമാണ് ഈ പദങ്ങളിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ തലങ്ങളിലേക്കുള്ള ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ചില പദങ്ങൾ ഒരേപോലെ വന്നിട്ടുള്ള വ്യത്യസ്ത പദങ്ങളുണ്ട്. പക്ഷെ ചിലയിടങ്ങളിലെ ആ പദങ്ങൾ വരൂ. വിശുദ്ധ ഖുർആനിൽ മഴ എന്ന് പറയുമ്പോൾ മതർ എന്ന് ഉപയോഗിക്കും. പക്ഷേ അത് വിഷമകരമായ ശിക്ഷ
വരുന്ന മഴയ്ക്കാണ് മത്തർ എന്ന് പറയാം. ഉംതിറത്തു മത്തറുസ്സു എന്നാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. എന്നാൽ സാധാരണ അനുഗ്രഹത്തിന്റെ മഴ പറയുന്നിടത്ത് ഗൈസ് എന്നേ ഉപയോഗിക്കുകയുള്ളൂ. പൊതുവായി ഉള്ള ബുദ്ധിക്ക് അഖൽ എന്നാ പറയാ. ഏതൊരു പൊട്ടനും കുറച്ചൊരു ബുദ്ധി ഉണ്ടാവൂലേ, അപ്പൊ ആ ബുദ്ധി പറയുന്നിടത്ത് അഖൽ എന്നാ ഉപയോഗിക്കുക, അഖല്. എന്നാൽ ലുബ് എന്ന് പറയുമ്പോഴോ കണിശമായ കൃത്യതയോടെ അളന്ന് മുറിച്ച് ഗൗരവത്തിലെടുത്തുകൊണ്ടൊരു കാര്യം ആലോചിക്കുമ്പോഴാണ് ലുബ് എന്ന പദം ഖുർആൻ ഉപയോഗിക്കുന്നത്. ജഹദ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക എന്നതാണ്. പ്രത്യക്ഷമായ നിഷേധത്തിനാണ് ജഹദ എന്ന് ഉപയോഗിക്കുന്നത്. ജഹദയും കഴിഞ്ഞ് കഫറയും കഴിഞ്ഞ് മൂന്നാമത്തെ തലത്തിലേക്ക് വരുമ്പോഴാണ് അൻകറ എന്ന് ഉപയോഗിക്കുന്നത്. മുൻകിർ, അൻകറ എന്ന് പറയുന്നത് പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള എതിർപ്പിനെയാണ് അത് വരുന്നത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന്, ഒരുപക്ഷെ പൊതുവായ ശ്രദ്ധകളിൽ ഇത്തരം ചില പദപ്രയോഗങ്ങൾ കടന്നു വന്നിട്ടുണ്ടാവില്ല. അള്ളാഹുവിലേക്ക് ചേർത്ത് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ പറയുന്നിടത്ത് അമില എന്ന് പറയുന്നില്ല. ഒന്നോ രണ്ടോ സ്ഥലത്ത് ചില ഭാഗങ്ങളിൽ ഇതിൻ്റെ മറ്റു ക്രിയകൾ വന്നിട്ടുണ്ടെങ്കിലും അമില എന്ന പദം, അമല് പ്രവൃത്തി ചെയ്യലാണ്, ഫഅല അതും പ്രവൃത്തി ചെയ്യലാണ്. അമില എന്ന് പറയുന്ന പദം പടച്ചവനിലേക്ക് ചേർത്ത് ഉപയോഗിക്കുന്നില്ല. മനുഷ്യരിലേക്ക് ചേർത്ത് അമില ഉപയോഗിക്കുന്നുണ്ട്, ഫഅല ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പടച്ചവനിലേക്ക് ചേർത്ത് ഉപയോഗിക്കുന്ന പദങ്ങളിൽ യഫഅലു മാ യശാ, യഅമലു മാ യശാ എന്നല്ല, യഫഅലു മാ യശാ. ഫഅല എന്ന് പറഞ്ഞാൽ ആണ് ചെയ്യണീനാണ് എന്ന് പറഞ്ഞാൽ ആലോചനയോ ചിന്തയോ മറ്റോ ഒന്നും ഇല്ലാത്ത വിധത്തിൽ കുൻ ഫയകൂൻ, കുൻ ഫയകൂൻ എന്ന് പറയുന്ന കർമ്മത്തെ ചേർത്തിട്ടാണ് ഭാഷയിൽ ഫഅല എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. എന്നാൽ ആമിലൂന, ആമിൽ എന്ന് പറയുമ്പോഴോ ആലോചിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് തിരിച്ചറിഞ്ഞ് ഒരു കാര്യത്തെ ബോധപൂർവമായി ഇടപെട്ടുകൊണ്ട് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അമില എന്ന പദം ഉപയോഗിക്കുന്നത്. ആ അമില എന്ന് പറയുന്ന പദം കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീർച്ചപ്പെടുത്തി വ്യവസ്ഥപ്പെടുത്താത്ത ഒന്നാണ് പടച്ചവൻ എന്ന അർത്ഥത്തിലല്ല. പടച്ചവന്റെ സിസ്റ്റം എന്ന് പറയുന്നത് കുൻഫയക്കൂനാണ്. ആ കുൻഫയക്കൂനിലേക്ക് ചേരുന്നത് ഫഅല എന്ന് പറയുന്ന പദമാണ്. എന്നാൽ മനുഷ്യന്റെ കർമ്മങ്ങളിലേക്ക് ചേർക്കുമ്പോഴോ അമില എന്ന പദമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ ഒന്ന് ഫുആദ്, സദർ, ഖൽബ്. പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട 3 അവയവങ്ങളാണല്ലോ ഇത്. ഈ 3 അവയവങ്ങളും എങ്ങനെയാണോ രൂപപ്പെടുന്നത് അങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് ഉപയോഗിച്ചത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ. ഗർഭസ്ഥ ശിശുവിന്റെ ആദ്യം ചെവിയാണ് വർക്ക് ചെയ്യുക, ബസർ കണ്ണ്, ഫുആദ് ഇതൊക്കെ പിന്നീട് ഒന്നുകിൽ ഡെലിവറിക്ക് ശേഷമോ മറ്റോ ഒക്കെയാണ് പൂർണ്ണാർത്ഥത്തിൽ അത് വർക്ക് ചെയ്യുന്നത്. 2, ഒന്നാമത്തെ അത്ഭുതം അവിടെയാണ്. ഇന്ന സമഅ എന്ന് പറയുന്നിടത്ത് സമിഅ കേൾക്കുക എന്ന് പറയുന്ന പദം, ആ പദത്തിന് ഒരു നിലയ്ക്കും ബഹുവചനം ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല. അസ്മാ ചെവികൾ എന്നില്ല, ഇല്ല. തിരുവനന്തപുരത്തുകാരൊക്കെ പറയും വെള്ളങ്ങളൊക്കെ എളുപ്പങ്ങളായിരുന്നോ, പരീക്ഷകളൊക്കെ പഠിച്ചുവോ എന്നൊക്കെ ചോദിക്കും. ആ തരത്തിലല്ല. ഭാഷാപരമായി ഒരു കാരണവശാലും സമഅന് ബഹുവചന രൂപം ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെയുള്ള ആളുകൾ മുഴുവൻ സംസാരിച്ചാലും ഒരു ശബ്ദമേ കേൾക്കാൻ പറ്റൂ. എല്ലാവരും ഇരിക്കും, ഒരാൾ പറയും എന്ന് പറയും, ഒരു കാര്യമേ വേർതിരിച്ചെടുക്കാൻ കഴിയൂ. എന്നാൽ കാഴ്ചയോ, ഇവിടെ ഒറ്റ കാഴ്ചയിൽ തന്നെ കുറേ ആളുകളെ മുൻപരിചയമുണ്ടെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ആരൊക്കെ വന്നില്ല എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി കാഴ്ച എന്ന് പറയുന്നതോ, കാഴ്ച എന്ന് പറയുന്നത് ബസറുണ്ട്, അബ്സാറുണ്ട്, നെവറുണ്ട്, അഴയുനുണ്ട്, അബ്സാറുണ്ട്. കാഴ്ചകൾ വ്യത്യസ്തമാണ്. ഞാൻ എൻ്റെ ഉമ്മയെ കാണുന്ന പോലെയല്ല നിങ്ങൾ കാണുക, ഞാൻ കോഴിക്കോടങ്ങാടി കാണുന്ന പോലെയല്ല നിങ്ങൾ കാണുക, ഞാൻ ഇറാനിനെ കാണുന്ന പോലെയല്ല നിങ്ങൾ കാണുക. ലോകത്തുള്ള കോടാനക്കോടി മനുഷ്യന്മാർ ഒരേ വസ്തുവിനെ ഓരോ തരത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാഴ്ചയുടെ വൈവിധ്യങ്ങളുടെ വിശാല ലോകത്തേക്കാണ് യഥാർത്ഥത്തിൽ ആ പദം വരുന്നത്, കാഴ്ചയുടെ ബഹുവചനം വരുന്നത്. എന്നാൽ കേൾവിയാണെങ്കിലോ ലോകത്തുള്ള ഏതൊരാൾ കേട്ടാലും ഒരൊറ്റ കേൾവിയെ കേൾക്കുള്ളൂ, ഒരൊറ്റ ശബ്ദമേ കേൾക്കുള്ളൂ. അതിന് വേറൊരു തരത്തിലേക്ക് പോകൂല. ഉമ്മി എന്ന് പറഞ്ഞാൽ രാജാവായി മാറൂല, അത് ഉമ്മ തന്നെ ആയി മാറുള്ളൂ. അപ്പൊ കേൾവി എന്ന് പറയുന്നത് ഏകഭാവമുള്ള ഒന്നാണ്. എന്നാൽ കാഴ്ച എന്ന് പറയുന്നത് ബഹുത്വമുള്ള ഒന്നാണ്. ബഹുത്വമുള്ള ഒന്നിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ അബ്സാർ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചിന്തയുടെ സ്ഫുരണം ഒന്നിൽ നിന്ന് ആരംഭിച്ച് ദീർഘമായി അത് കയറിപ്പോകും. ചിന്തക്കൊരിക്കലും തന്നെ കടിഞ്ഞാണിടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചിന്തയെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ഫുആദ്, അഫ്ഇദ എന്ന പദം ബഹുവചന രൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ബഹുവചന രൂപത്തിൽ ഉപയോഗിക്കാത്ത ഏക പദങ്ങളിൽ
പഞ്ചേന്ദ്രിയങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഒരു പദമാണ് സമഅ, കേൾവി എന്ന് പറയുന്നത്. ആ കേൾവിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി സമയമില്ലാത്തതുകൊണ്ട് പറയണില്ല, പരലോകത്തേക്ക് ഈ ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പരലോകത്തെക്കുറിച്ച് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ദുനിയാവിനെ കുറിച്ച് പറയുമ്പോൾ അബ്സാർ അതേപോലെ തന്നെ അഫ്ഇദത്ത് ഒക്കെ ഉപയോഗിച്ചു. പരലോകത്തെ കുറിച്ച് പറയുമ്പോഴോ ഏകവചനത്തിലാണ് ഉപയോഗിച്ചത്. കാരണം എന്താ? പരലോകത്ത് ദുനിയാവിൽ അതിൻ്റെ ധർമ്മമാണ്, ഡ്യൂട്ടിയാണ്, മിഷനാണ് പറയുന്നത്. പരലോകത്താകുമ്പോഴോ ആ വസ്തുവിനെയാണ് അല്ലെങ്കിൽ ആ ഓർഗനെയാണ് വിചാരണ ചെയ്യുന്നത്, അവയവത്തെയാണ് വിചാരണ ചെയ്യുന്നത്. പരലോകത്തേക്ക് പോകുമ്പോൾ ഏകവചനം, ദുനിയാവിലേക്ക് വരുമ്പോൾ ബഹുവചനമായിട്ടും അത് ഉപയോഗിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും അത്ഭുതകരമായ വിശുദ്ധ ഖുർആനിൻ്റെ അത്യത്ഭുതകരമായ ഭാഗങ്ങളിലേക്ക്, ഈ വിഷയ സംബന്ധമായ ഇതിൻ്റെ സാഹിതീയമായ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇസ്ലാമിക ലോകത്തും അല്ലാതെയും ഈ വിഷയത്തിൽ ധാരാളമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അറബി സാഹിത്യത്തിലെ പ്രഖ്യാതനായിട്ടുള്ള ജാഹിദ്, അതേപോലെ തന്നെ ഇബ്നു ഖുതൈബ, അബൂ മൻസൂർ സആലബി, റാഗിബുൽ ഇസ്ഫഹാനി തുടങ്ങിയ ആളുകളാണ് ആദ്യകാലത്ത് ഇത് പഠനം നടത്തിയത്. വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പുസ്തകമാണ് ഡോക്ടർ ആയിഷ അബ്ദുറഹ്മാൻ എഴുതിയിട്ടുള്ള അൽ ഇഅ്ജാസുൽ ബയാനി ഫിൽ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം. ദീർഘമായി ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിച്ചു പോകുന്ന ഒരു പുസ്തകമാണ് ഡോക്ടർ ആയിഷ അബ്ദുറഹ്മാൻ്റെ അൽ ഇഅ്ജാസുൽ ബയാനി ഫിൽ ഖുർആൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തസ്ഫീറുൽ ഫന്നി ഫിൽ ഖുർആൻ എന്ന് പറയുന്ന സയ്യിദ് കുത്തുബിൻ്റെ പുസ്തകവും ഈ രംഗത്ത് വലിയ ഉൾവെളിച്ചം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വിശുദ്ധ ഖുർആനുമായുള്ള ആത്മബന്ധത്തെ, അതിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള അതിൻ്റെ ഇഅ്ജാസുകളെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഏറ്റവും ചൊവ്വായ ഒരു മാർഗമാണ് ഇത് എന്ന് പറയുന്നത്. വലാ തത്തബിഉ സുബുല, സിറാത്തിന് ബഹുവചനം ഖുർആൻ ഉപയോഗിക്കുന്നില്ല. സിറാത്ത് ഏക വചനമാണ്, അഥവാ സത്യമായ ഒന്ന് മാത്രമാണ്. അതേ ആയത്ത് തൊട്ടുപുറത്തിന് വരുന്ന സമയത്ത് വലാ തത്തബിഉ സുബുല, അവിടെ ബഹുവചനമാണ് ഉപയോഗിച്ചത്, സബീൽ ഉപയോഗിച്ചില്ല, സുബുൽ ഉപയോഗിച്ചു. തിന്മയുടെ വഴികളെ കുറിച്ച് പറഞ്ഞു. ശരിയായ വഴി തിരഞ്ഞെടുക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. വിശുദ്ധ ഖുർആനിൻ്റെ ഇഅ്ജാസുൽ ഗൈബി, അദൃശ്യമായ ഭാഗം എന്ന നിലക്കുള്ള അതിൻ്റെ ഇഅ്ജാസുകൾ, ഇഅ്ജാബു തശ്രീഇ മതം എന്ന നിലക്കുള്ള അതിൻ്റെ ഇഅ്ജാസുകൾ, ഇഅ്ജാസുൽ ഇൽമി ശാസ്ത്രം എന്ന നിലക്കുള്ള അതിൻ്റെ അത്ഭുതങ്ങൾ, ഇഅ്ജാസുൽ ലുഗവി വൽ ബയാനി സാഹിത്യം എന്ന നിലക്കുള്ള അതിൻ്റെ അത്ഭുതങ്ങൾ. ഈ അത്ഭുതങ്ങളിലൂടെ ഒരു കൊച്ചുകുട്ടിയെ പോലെ നമ്മൾ സഞ്ചരിക്കുക. വിശുദ്ധ ഖുർആനിന് വേണ്ടിയിട്ട് താപസജന്യമായ ജീവിതം നടത്തി കഴിഞ്ഞു പോയിട്ടുള്ള മഹാരഥന്മാരായ മനുഷ്യന്മാരുടെ ദീപസ്മരണകൾ കണ്ടുണർന്നു പോകുന്ന ഒരു പ്രദേശത്താണ് നമ്മളുള്ളത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ ശക്തമായി പ്രതിപാദനം ചെയ്യുന്നിടത്ത് ഏറ്റവും കൂടുതൽ പ്രകാശം പരത്തിയിട്ടുള്ള മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആനിൻ്റെ വിവരണം പരിശോധിച്ചത് ബഹുമാന്യനായ കെ പി മുഹമ്മദ് മൗലവിയാണ്. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ മദനിയും എഴുതിയിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ പരിശോധിച്ചതും കെ പി മുഹമ്മദ് മൗലവിയാണ്. കെ പി മുഹമ്മദ് മൗലവി മർഹൂം അവരുടെ ആ മഹാപണ്ഡിതൻ്റെ നാട് എന്ന നിലയ്ക്ക് ഈ പ്രദേശത്ത് നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ അവർ ചെയ്തിട്ടുള്ള ധന്യപൂർണമായ വിശുദ്ധ ഖുർആനിൻ്റെ സേവനങ്ങളെ സ്മരിക്കുകയും എന്തു നല്ല പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യുന്നതിനപ്പുറത്ത് എന്നാൽ കഴിയുന്നത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വിശുദ്ധ ഖുർആനിന് വേണ്ടി നാം ചെയ്യുക. ആ അർത്ഥത്തിൽ ഈ വിശുദ്ധ ഖുർആനുമായുള്ള ആത്മബന്ധം വിട്ടുപോകാത്ത വിധത്തിൽ പ്രണയവും സ്നേഹവും ലാളനയും ഓമനയുമായി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആശയങ്ങളെ താരാട്ടുപാട്ടിയുറക്കി നമ്മളിലേക്ക് ഖുർആനിനെ കൊണ്ടുവരിക. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.